باب الدليل على صحة إسلام من حضره الموت മരണം അയാൾക്ക് ഹാജരാകാനടുത്തു പിടിച്ചുകൊണ്ടുവരുന്നു, തൊണ്ടക്കുഴിയിലെത്തിയില്ല അതിനു മുമ്പ്. മാലം യശ്റഅ് ഫിന്നസ്ഇ അല്ല, ഊരുന്നതിൽ ശുറൂ വന്നിട്ടില്ല. വഹുവ അതേതാണ് ഊരുന്നതിൽ ശുറൂ എന്ന് പറയുന്നത് അൽ ഖർഖറത്ത്, ചക്രശ്വാസം വലിക്കുക എന്നൊക്കെ പച്ച മലയാളം പറഞ്ഞാൽ പറയാം. ഏതാ ഖർഖറത്ത്, ഒരു വലിയ ഉണ്ടാവുക സമയത്ത് ശ്വാസം മുട്ടിപ്പോകുന്നതാണത്. വനസ്ഖി ജവാസിൽ ഇസ്തിഗ്ഫാരി ലിൽ മുശ്രിക്, മുശ്രിക്കീങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യൽ ജായിസാണ് എന്ന വിധിയെ നസ്ഖ് ചെയ്യുന്നതിലും അല്ല, അതേ പ്രകാരം തന്നെ വദ്ദലീലി, ദലീലിലും പറയുന്ന പാഠം. എന്തിന്റെ മേലുള്ള ദലീല്? അല അന്നമൻ മാത്ത, അല അന്നമൻ തീർച്ചയായും ഒരുവനാകുന്നത് മാത്താല ശിർക്ക്, ശിർക്കിന്റെ മേലായിക്കൊണ്ട് മരിച്ചു, അങ്ങനത്തെ ഒരുത്തനാകുന്നത് ഫഹുവ ഫി അസ്ഹാബിൽ ജഹീം, അവൻ ജഹീമിന്റെ അസ്ഹാബിലാണ്. ലാ യുൻഖിദുഹു, അവൻ നരകവാസികളിൽ പെട്ടവനാണ്. വലാ യുൻഖിദുഹു, അവനെ രക്ഷപ്പെടുത്തുകയില്ല. മിൻ ദാലിക, അസ്ഹാബുൽ ജഹീമിൽ നിന്നും, ശൈഉൻ മിനൽ വസായിലി, മാധ്യമങ്ങളാൽ സൽക്കർമ്മങ്ങളാൽ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അസ്ഹാബ് ജഹീമിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തുകയില്ല എന്നതിന്റെ ദലീലിലും പറയുന്ന പാഠം. മനസ്സിലായില്ലേ? ഇല്ല, മറ്റേ അതീതുകളാണ്. എന്റെ ഉമ്മ ആയിക്കോട്ടെ, അവര് പറഞ്ഞ നമ്മൾ വായിച്ചുതരും, അവര് പറഞ്ഞേക്കാൾ വായിച്ചുതരാട്ടാ. നമ്മളതിൽ വിശ്വസിക്കില്ലെന്ന് അത് അമ്രുൻ ആഖർ. വഹദ്ദത്തിൽ ഹർമലത്തു, അങ്ങനല്ലേ, ഹർമലത്ത് ബിൻ യഹ്യ തുജീബിയു അഖ്ബറനാ അബ്ദുല്ലാഹ് ബിൻ വഹബ് ഖാല അഖ്ബറനി യൂനുസ് അൻ ഇബ്നു ശിഹാബ് ഖാല أخبرني سعيد بن المسيب عن أبيه قال لما حضرت أبا طالب, അബൂ താലിബിന് വെളിവായപ്പോൾ, ലമ്മാ ഹളറത്ത് അബാ താലിബിൻ, അബൂ താലിബിന് വെളിവായപ്പോൾ. പിന്നെ അൽ വഫാത്ത്, വഫാത്ത് വെളിവായ സന്ദർഭത്തിൽ ജാഅഹു അല്ല, അബൂ താലിബിന്റെ അടുക്കൽ വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ വന്നു. ഫവജദ ഇൻദഹു, അപ്പോൾ അബൂ താലിബിന്റെ അടുക്കൽ തങ്ങളെത്തിച്ചു. അബാജഹലിൻ, അബൂജഹൽ അവിടെ ഉണ്ട്. അബ്ദുല്ലാഹി ബിൻ അബി ഉമയ്യത്ത് ബിനുൽ മുഗീറയുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ അമ്മി ഖുൽ, അമ്മ നിങ്ങൾ പറയിൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ പറയിൻ. പറഞ്ഞാലേ എനിക്ക് നമ്മളെ പള്ളി കൊണ്ട് അടക്കാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ നിങ്ങളോട് നിന്ന് പോയി അടങ്ങേണ്ടി വരും. നിങ്ങൾ പറഞ്ഞാലേ എനിക്ക് ചില ക്രിയകൾ ചെയ്യാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല. നിങ്ങൾ ഈമാന്റെ മേലല്ലാന്ന് അതിനർത്ഥമൊന്നുമില്ല, അങ്ങനെ വെച്ചോളയിലും. നിങ്ങൾ പറയിൻ, മനസ്സിലായില്ലേ? കലിമത്തൻ, ഒരു കലിമത്തിനെ എന്താ, അശ്ഹദു ലക ബിഹാ ഇൻദല്ലാഹ്, ആ ഒരു കലിമത്ത് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി റബ്ബിന്റെ അടുക്കൽ ഞാൻ സാക്ഷി ആയിക്കോളാം. അതിങ്ങനെ പറഞ്ഞോണ്ടാ ഞാൻ ചെയ്തേന്ന്. മനസ്സിലായില്ലേ? പിന്നെ ഫഖാല അബൂ ജഹൽ അബ്ദുല്ലാഹ് ബിൻ അബി ഉമയ്യ യാ അബാ താലിബ് അതർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിനെയും വിട്ട് നിങ്ങൾ ആഗ്രഹിക്കുകയാണോ എന്ന്
അവനും ചോദിച്ചുകൊണ്ടിരുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഉപ്പാപ്പാ കൊച്ചാപ്പ എളാപ്പ നിങ്ങൾ പറയും മൂത്താപ്പ മൂത്താപ്പ പറയും ഇന്ന് റസൂലുള്ളാഹി മറ്റാളെ അങ്ങനെ പോലെ മരിക്കാൻ നേരത്തെ പിന്നെ അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിനെ വിട്ട് മരിക്കുക. ഫലം യസൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു യുരിദുഹ അലൈഹി അല്ല തങ്ങൾ അയാളുടെ മേൽ ആ കലിമത്തിനെ വെളിവാക്കി കൊടുത്തിരുന്നു. വയുഈദു മടക്കിക്കൊടുത്തിരുന്നു ലഹു അബ്ദുൽ മുത്തലിബിന് തിൽക്കൽ മഖാലത്ത ഇങ്ങനെ പറഞ്ഞു കലിമത്തൻ നശ്ഹദു ലക ബിഹാ ഇൻദല്ലാഹ് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തൻ നശ്ഹദു ലക ബിഹാ ഇൻദല്ലാഹ് ഹത്താ ഖാല അബൂ താലിബ് ആഖിറ മാ കല്ലമഹും കണ്ടോ അബൂ താലിബ് പറയുന്നത് വരെ അവരുടെ സംസാരത്തിൽ ഹുവ അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ് വഅബാ അൻ യഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അയാള് അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിമേ മരിച്ചത് അയാള് വിലങ്ങിയിട്ടുണ്ട്. അയ്യക്കൂല പറയലിനെ വിലങ്ങിയിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് നിങ്ങൾക്ക് ജനാസ വിട്ടേർത്തില്ല. നമ്മളെ ജനാസ നമുക്ക് വേണ്ട, നമുക്ക് നിങ്ങളെ ജനാസയും വേണ്ട. സംഗതി എന്റെ മൂത്താപ്പാണ്, എന്റെ മൂത്താപ്പ അതൊക്കെയാണ് കഴിക്കട്ടെ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമാ വല്ലാഹ് ലഅസ്തഗ്ഫിറന്ന ലക ഞാൻ എന്തായാലും മൂത്താപ്പാക്ക് വേണ്ട അബൂ താലിബ് റളിയല്ലാഹു അൻഹു ഞാൻ ദ്വാരന്നിരിക്കും. ലഅസ്തഗ്ഫിറ ലക മാലം ഉൻഹ അൻക നിരോധിക്കാത്ത കാലത്തോളം അല്ല. പിന്നെ അല്ലാഹു തആല ആയത്തിറക്കി മാ കാന ലിന്നബിയ്യി വല്ലദീന ആമനൂ അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രിക്കീൻ വലൗ കാനൂ ഉലീ ഖുർബാ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം. ഒരു പ്രവാചകനോ ഒരു മുഅ്മിനീങ്ങൾക്കോ മുശ്രിക്കീങ്ങൾക്കോ ഇത് അറക്കാൻ പാടില്ല. അല്ല മുശ്രിക്കായ ഒരു വലൗ കാന ഉലീ ഖുർബ ആണെങ്കിലും മിൻ ബഅദി മാ തബയ്യന ലഹും അവർക്ക് വെളിവായതിന് ശേഷം അന്നഹും ആ മുശ്രിക്കീങ്ങൾ ഉലുൽ ഖുർബയായ മുശ്രിക്കീങ്ങൾ എന്ത് അന്നഹും അസ്ഹാബുൽ ജഹീം എന്ന് വെളിവായതിന് ശേഷം എന്ത് ചെയ്യാൻ പാടില്ല, ഇറക്കാൻ പാടില്ല. തങ്ങളാണെങ്കിലോ ഇതായിരുന്നോണ്ടിരുന്നു മുശ്രിക്കാണെന്ന് വെളിവായിട്ടില്ല. അതിലെ എൻ്റെ അർത്ഥം. വല്ലാഹി അമാ വല്ലാഹി ലഅസ്തഗ്ഫിറന്ന ലക മാലം ഉൻഹ അൻക. നിരോധനം അറിഞ്ഞുണ്ടോ അല്ലേ? അതൊന്നും ആയിക്കോട്ടെ. അതിനിപ്പോ ഇങ്ങനെ ഇരിക്കുമ്പോ ആയത്തിറങ്ങിയാനത് അങ്ങനെ ഇരിക്കുമ്പോ ആയത്തിറങ്ങി അതല്ല കാര്യല്ലേ. അപ്പൊ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പം സ്വഹാബത്തൊക്കെ ഉണ്ടാവല്ലോ, കൊടിയ മുശ്രിക്കീങ്ങളായ ആൾക്കാർ റസൂലുള്ളാഹിനെ വല്ലാതെ വിഷമിപ്പിച്ച കുറെ മുശ്രിക്കീങ്ങളായ കൊടിയ മുശ്രിക്കീങ്ങളുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടി ആയത്തിറങ്ങി. ഇത് റസൂലുള്ളാഹിന്റെ മുത്താപ്പായും ആയത്തുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഇത് മാക്കാനെ എമ്പകയുടെ അർത്ഥം തോന്നി അവിടെ പറയും. എമ്പകി എന്നതിന് നമ്മൾ ഏതെല്ലാം മാനം എടുത്തു? ഇസ്തിഹ്സാന്റെ മാനം എടുത്തില്ലേ അല്ലേ? യജിബുവിന്റെ മാനം എടുത്തു, ഇസ്തിഹ്സാന്റെ മാനം എടുത്തില്ലേ? വാജിബൊന്നുമില്ല, വേണോ ചെയ്യാന്ന് അതിനർത്ഥം. അങ്ങനെ രണ്ട് മാന കൊടുത്തേക്ക് ഞങ്ങള് ഏത് കിട്ടാലോ കൊടുത്തേ? പിന്നെ അല്ല മാക്കാന എമ്പകി എന്നല്ല, മാക്കാന ലിന്നബി എന്നല്ലോടെ ആയത്തൊന്നുമില്ല. എമ്പകിന്ന് ആയത്തൊന്നുമില്ലണ്ടോ മാക്കാന ലിന്നബിന്ന്. പക്ഷെ അവിടെ ആയത്ത് തഫ്സീറില് മുഫസ്സിരീങ്ങൾ മാക്കാന എമ്പകി എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. എടാ എമ്പകി നമ്മൾ അർത്ഥം കൊടുക്കും. രണ്ട് മാന കൊടുത്ത് സ്ഥലത്ത് ചെയ്ത് പോലെ നമുക്ക് പഠിപ്പിച്ചെന്നാ അതിന്റെ മന്തി പോകുന്നു.
നിർബന്ധമില്ല, ചെയ്തു. അന്നഹും അസ്ഹാബുൽ ജഹീം എന്ന് തബയ്യുനായാൽ, തബയ്യുനാകൽ എങ്ങനെ അത് പറയും? ഒരാൾക്ക് ഇങ്ങനെ തബയ്യുനാകുന്നു. റസൂലുള്ളാഹി പറയണം ദാക മിൻ അഹ്ലിൽ ജന്ന, അഹ്ലിൻ നാറെന്ന്. അല്ലാതെ ഇപ്പൊ ആരെന്തോ കേൾക്കാൻ പറ്റും നമ്മളെ കൊണ്ട്? വഹ്യൻ നിലയിലല്ലേ തബയ്യുനാവുള്ളൂ, അല്ലാതെ തബയ്യുനാവോ? ഒരാളുടെ പ്രവർത്തനം കണ്ടോണ്ട് അയാൾ കാഫിറെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. മനസ്സിലായില്ല? അപ്പൊ ആ തബയ്യുനാകൽ എന്ത് വേണം? മഅ്സൂമികളായ ആൾക്കാർ പറഞ്ഞു തരണം. മഅ്സൂമികളായ ആൾക്കാർ പറഞ്ഞിട്ടില്ല, എന്റെ മൂത്താമ മുശ്രിക്കാന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ? ആയത്തും ഇതുമായിട്ട് ഒരു എതിരുമില്ല, ഒരു വിശേഷമില്ല. തങ്ങളിങ്ങനെ പറഞ്ഞോണ്ടിരുന്നു. അപ്പൊ മറ്റയാൾ ആഗ്രഹം അയാൾ പറഞ്ഞു, അങ്ങനെ വച്ചേക്കുന്നത് ഇയാളെ ഒലിക്കൂ. അത് അയാൾ ആഗ്രഹം അയാൾ പറഞ്ഞു. അപ്പോഴാണ് റസൂലുള്ളാഹി പറഞ്ഞു അങ്ങനെ വരച്ചു, എന്നാ പോട്ട്. അങ്ങനെ പറഞ്ഞു പോയില്ലല്ലോ. പിന്നെ ഞാൻ എന്റെ മൂത്താപ്പ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും, എന്നോട് നിരോധിക്കപ്പെടാത്ത കാലത്തോളം. അതിനകത്ത് അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ സഹാബത്ത് പോലെ പലരും എന്നാ പിന്നെ നമ്മൾ പാപ്പാക്കും ചെയ്യാമല്ലോ, മറ്റവർക്കും ചെയ്യാമല്ലോ, മറ്റവർക്കും ചെയ്യാം. അപ്പോഴാണ് ആയത്ത് ഫാൻസലെന്നാണ്. അതല്ല മേന, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇപ്പം മഹാനായ അബൂ താലിബ് റളിയല്ലാഹു അൻഹു നരകവാസിയാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഇനി അടുത്ത തീർത്തിട്ട് ബാക്കി പറയാം. വാൻസലല്ലാഹു തആല ഫീ അബീ ത്വാലിബിൻ എന്നാണ് ആര് പറയുന്നവർ പറയുന്നത്. അബീ ത്വാലിബിനായിക്കൊണ്ടാണ് ഇറക്കിയത്. അപ്പൊ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു പറഞ്ഞു പുന്നാര നബിയോട്, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, തങ്ങൾ ഹുബ്ബ് ചെയ്തവരെ തങ്ങൾ ഹിദായത്താക്കുകയില്ല. വലാകിന്ന അല്ലാഹു യഹ്ദി മൻ യശാഉ വഹുവ അഅലമു ബിൽ മുഹ്തദീൻ, സന്മാർഗം ആർക്കെല്ലാം കൊടുക്കണമെന്നതുകൊണ്ട് ഏറ്റവും അറിയുന്നവൻ അല്ലാഹുവാണ്. തങ്ങൾക്കും കുറച്ചൊക്കെ അറിയാതുകൊണ്ട് തങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ഇന്നക്ക തീർച്ചയായും തങ്ങൾ ലാ തഹ്ദി, ഇന്നക്കല തഹ്ദി എന്ന് ആയതുണ്ട്, ഇന്നക്കല തഹ്ദി ഇലാ സിറാത്തിൽ മുസ്തഖീം എന്ന് ആയതുണ്ടല്ലോ. വലാ തഹ്ദി എന്നുള്ള മാന ഈസാലു തരീഖ്, ഈസാലുൽ വത്തുലൂഖ്, അത് ചെയ്യുകയില്ല. ആയിക്കോട്ടെ, ഖിറാഅത്ത് മതി. മനസ്സിലായില്ല? ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദി മൻ യശാ വഹുവ അഅലമു ബിൽ മുഹ്തദീൻ എന്ന്. ഇനി حدثنا إسحاق بن إبراهيم عبد بن حميد قال أخبرنا عبد الرزاق أخبرنا معمر حدثنا حسن الحلواني وعبد بن حميد قال حدثنا يعقوب وابن إبراهيم بن سعد قال حدثني أبي عن صالح كلاهما عن الزهري بهذا الإسناد. المرء مع من أحب رسول الله എന്ന് പറഞ്ഞാൽ അൽമറു മഅമൻ അഹബ്ബാന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ലേ? മനസ്സിലായില്ല? അപ്പൊ ഈ പറഞ്ഞ കണക്കാണെങ്കിൽ റസൂലുള്ളാഹി സ്നേഹിച്ച ആളാണ് അബൂ താലിബ്. മൻ അഹബ്ബത്താന്ന് പറഞ്ഞല്ലോ, അല്ലാഹു തആല എന്നെ പറഞ്ഞില്ലേ? അപ്പൊ റസൂലുള്ളാഹിനെ അവിടെ കൊണ്ടാക്കേണ്ടി വരും. നഊദു ബില്ലാഹി മിൻ ദാലിക്. മൻ അഹബ്ബത്താന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലേ, അല്ലാഹു തആല പറഞ്ഞില്ലേ? തങ്ങൾ സ്നേഹിച്ചവരെ തങ്ങൾ ഹിദായത്താക്കുകയില്ല. തങ്ങൾ സ്നേഹിച്ചവരെ സ്നേഹം എന്ന് പറയുന്നത് എന്തോ? അൽ ഹുബ്ബു ഹർഫാനി ഹാവും ബാവും അല്ലേ? അൽ മർഉ മഅമൻ അഹബ്ബ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? മർആണ്. മനസ്സിലായില്ല? മഅൻ അഹബ്ബ ആരാണ്? അബൂ താലിബാണ്. അപ്പൊ നിങ്ങളെന്ത് പറയും? എന്തിനാ നമ്മളങ്ങനെ അതിനു വേണ്ടി ഒരുങ്ങുന്നു? അബൂ താലിബിനെ നിലനിർത്തിട്ട് നമുക്ക് കിട്ടാൻ നമുക്കല്ലേ കിട്ടുമോ? അയാളിവിടെ നരകത്തിലിട്ടിട്ട് എന്തിനാ ചർച്ച ചെയ്യുന്നത്? ഹദീസുകൾ അങ്ങനെ പറയും. ഹദീസുകൾ പറയുമ്പോൾ ഹദീസ് മനസ്സിലാക്കി വേഗം പോകാന്നല്ലാതെ. മനസ്സിലായില്ലേ? വായിക്കട്ടെ. ഇതാരാ? അബ്ദുൽ മുത്തലിബല്ലേ? അബൂ താലിബ്. അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്ത് നല്ല മില്ലത്തല്ലേ? അയാൾ പറഞ്ഞത് ശരി തന്നെയാണ്. അയാളുടെ ഇത്തിഖാദനുസരിച്ച് പറ്റില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പിതാക്കന്മാരാരും എന്തല്ല, മനസ്സിലായില്ല? തിരിഞ്ഞോ? എല്ലാം സുജൂദിന്റെ അകലുകാരാണെന്നാണ് തഖല്ലുബക ഫി സാജിദീൻ എന്ന് ആ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ
മോശക്കാരാവുന്ന എങ്ങനെ? അങ്ങനെ ഒരു മോശക്കാരായ ഒരാളിൽ നിന്നൊരു പ്രവാചകനെ അല്ലാഹു തആല അയക്കുമോ? സുഖമില്ലേ പഠിച്ചോന്നു? അങ്ങനെ ഒരു മോശക്കാരായ ഒരു വിഭാഗത്തിൽ നിന്നൊരു പ്രവാചകനെ അയക്കാനോ? അങ്ങനത്തെ അല്ലാഹ് നമ്മളല്ല. എവിടെ അത് അവിടെ എവിടെ വരെ എത്തുമോ അങ്ങനെ പറഞ്ഞാൽ? അതിലൊന്നും നമ്മളെ ചെറിയ അക്കല് കൊണ്ടൊന്നും നോക്കിയിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല. പിന്നെ പറയുന്നവർ പറഞ്ഞു വായിക്കും. പദ്ധതിന കിലാഹുമാൻ സുഹൈൽ ബിഅദൽ ഇസ്ലാമി ദിലു വൈറാൻ ഹദീദ സാലിഹിൻ ഫഅൻസലല്ലാഹു അസ്സ വജല്ല വലം യദ്കുറുൽ ആയതൈനി ഖാല ബിഅദിദിഹി വയഊദാനി ഫി തിൽകൽ മഖാല ഫി ഹദീദി മഅമർ രണ്ടുപേരും മടക്കിയിരുന്നു റസൂലുള്ളാഹിയും മറ്റാൾ ഫി ഹദീദി മഅമർ മക്കാന ഹാദിഹിൽ കലിമത്തി ഫലം യസാലാന ഒരിടത്തുള്ളൂ. حدثنا محمد بن عباد وابن أبي عمر قال حدثنا مروان النزيد وهو بن كيسان النبي حازم النبي هريرة أنه قال قال رسول الله صلى الله عليه وسلم لعمه الأبانود مطابانود عند الموت قل لا إله إلا الله شهد لك بها يوم القيامة فأبى أنا فأنزل الله إنك لا تهدي من أحببت فأبى ഞാൻ എന്തിനാ പറയാ? ഞാൻ ഇയാളെ സ്നേഹിച്ചാണല്ലേ എന്നതിന്റെ അർത്ഥം. ഇന്നക്കല്ലാ തഹ്ദീ മൻ അഹ്ബബ്ത. ഞാനിപ്പോ പറഞ്ഞില്ലെങ്കിലും എന്റെ കൽബിന്റെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹമുണ്ട്. ഞാൻ എന്താ മഅമൻ മഹബ്ബ നിങ്ങൾ അൽമറു മഅമൻ മഹബ്ബ എന്നൊക്കെ പറഞ്ഞില്ലേ? ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ലേ അവിടെ എത്തിക്കോളും, കുഴപ്പമില്ല എന്നാ എന്റെ മന. ഫഅൻസലല്ലാഹു ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. തങ്ങൾ ഹിദായത്താക്കേണ്ട കാര്യമില്ല, അങ്ങനെ പറയാം കേട്ടാ. തങ്ങളെ സ്നേഹിച്ചതല്ല, പിന്നെ ഇതിനെ തങ്ങൾ മെനക്കെടണ്ട. അത് ഹിദായത്തായിട്ടാണല്ലേ അവർ സ്നേഹിച്ചത്, ഇല്ല പിന്നെ അവർ സ്നേഹിക്കും. തങ്ങൾ അവരെ സ്നേഹിച്ച് അവർ ഹിദായത്തായിട്ടില്ല, പിന്നെ തങ്ങൾ അവരെ എല്ലാവരും സ്നേഹിക്കും. തങ്ങൾ മോശം സ്നേഹം കൂട്ടുമല്ല, തങ്ങൾ ഉപ്പ് ചെയ്ത് മോശക്കാരെ ഉപ്പ് ചെയ്യും. അല്ലേ തബ്ബത്തിയതാബേലം ഓ നാറുഹു എസ്ലാ നാറൻ അങ്ങനെയൊക്കെ പറട്ടെ. അതില്ലല്ലോ, എന്താ അതില്ലല്ലോ. അതില്ലാത്ത കാലത്തോളം അത് പറയാൻ പറ്റില്ല. പിന്നെ ഹദീസുകളൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഹദീസോ ഇതിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ നടന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഒരാളെ നരകത്തിൽ ആക്കാൻ വിധി എഴുതാനൊന്നും പറ്റില്ല. വേണ്ട അക്സാവായത്ത് എന്താണ് അവർ പറഞ്ഞത്? സല്ലംന എന്റെ ഹഖീഖത്തുമാവോ അല്ലാഹു അത് പറയും. അല്ലാതെ നരകത്തിലാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ അധികാരം ഇല്ല. ഹദീസുകൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ, അല്ലെ വ്യക്തമായിട്ട് പറയണം. ഞാൻ ഹദീസ് ഇങ്ങോട്ട് വരും, നോക്കൂ. ഹദ്ദസനാ മുഹമ്മദ് ബിൻ ഹാത്തിം ബിൻ മൻഊൻ ഏതാ? അപ്പൊ ആ വസീലകളൊക്കെ ഏതാണ്? റസൂലുള്ളാഹിയുടെ മഹബ്ബത്ത്. ആ വസീലയൊന്നും രക്ഷപ്പെടുത്തില്ല എന്നൊക്കെയാണ് ആ ഹെഡിങ്ങിനകത്തുള്ളത് ഏട്ടാ. ഹദ്ദസനാ മുഹമ്മദ് ബിൻ ഹാത്തിം ബിൻ മൈമൂൻ ഹദ്ദസനാ യഹ്യ ബിൻ സഈദ് ഹദ്ദസനാ യസീദ് ബിൻ കൈസാൻ നബി ഹസ്ബൻ അസ്തഈ നബി ഹുറൈറ قال قال رسول الله صلى الله عليه وسلم عمي يقول لا اله الا الله اشهد لك بيوم القيامه قال لولا ان تعيرني يدا لولا ان تعيرني قريش يقولون انما حمله ولا ذلك الجزع لاقررت بها عينك. എന്റെ കണ്ണിന് ഞാൻ കുളിർമ നൽകിയതിനെ പറഞ്ഞിട്ട് അവരെന്നെ കളിയാക്കും. ഞാൻ ഇവിടുത്തെ ഒരു നേതാവല്ലേ, ഞാൻ മരിക്കുമ്പോഴെങ്കിലും അവരെ കളിയാക്കരുത്, രക്ഷപ്പെട്ടെ, അങ്ങനെ പോട്ടെ. മറ്റേ ഈത്തിക്കാത് പോരെ, ഞാൻ നീ ഈത്തിക്കാതാണ്, ഇന്നീ റസൂൽ അലമു അന്നക്ക് റസൂലുള്ള എന്ന് പാട്ടൊക്കെ പാടിക്കളഞ്ഞു. അതുകൊണ്ട് ഫസ്തഅബിമാ തുഅ്മർ, നിങ്ങളോട് കൽപ്പിച്ച നിങ്ങൾ ചെയ്തോളി എന്ന് കാര്യഗൗരവമായിട്ട് പറയുകയും ചെയ്തു. അവന് ആർക്കൊന്നും മിണ്ടാൻ പറ്റാതായി. ഇത്രത്തോളം സഹായിച്ച ഒരാൾ പിന്നെ നരകത്തിൽ എന്ന് പറയുന്നത് എന്തിനാ? ഫഅൻസലല്ലാഹു ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. അബദായത്തിൽ ലൗലാ അൻ തുഅയ്യിറനി ഖുറൈശുകൾ എന്നെ ഐബാക്കിയില്ലായിരുന്നു എങ്കിൽ, അതായത് യഖൂലൂന അവർ പറയും ഇന്നമാ ഹമലഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറയാൻ അയാളെ പ്രേരിപ്പിച്ചത്, പറയലിന് പ്രേരിപ്പിച്ചത്. മനസ്സിലായില്ല? അത് അനാലിക്കൽ ജസു പേടിയാണ് എന്ന്. പിന്നെ അവർ പറയണ്ട, അവര് എന്നെ പറ്റി അവര് സുഖലാണ്ട, അവര് വലിയ സൂഫിയായ മനുഷ്യനാണ് മഹാനായ അമ്മ. ആരാണിത്? അമ്മല്ലേ? അമ്മ അബൂ താലിബ് റളിയല്ലാഹു അൻഹു സൂഫിയാണ്. നീ എന്നെ കൊണ്ട് മറ്റേമാര് ജോലിയാണ്. അതുകൊണ്ട് ഞാനിത് പറഞ്ഞില്ലേ, നമ്മൾ തമ്മിൽ എന്തുണ്ട്? മനസ്സിലായോ? അതാണ് ഇപ്പൊ അതിന്റെ മാന. ബാബു കഴിഞ്ഞ ബാബു ദലീലി അലാ മൻ മാത അല തൗഹീദ് ദഖലൽ ജന്ന ഖത്അൻ എന്ന് ഇല്ല.
ഫൽമുറാദു ഖറുബത്തു വഫാത്തുഹു വഹദറത്ത് ദലായിലുഹ എന്താ എന്നാണ് അതിന്റെ അർത്ഥം. വദാലിക ഖബലൽ മുആയനത്തി വന്നസ്അ വലൗ കാന ഫി ഹാലിൽ മുആയനത്തി വന്നസ്അ ആണെങ്കിൽ ലമാ നഫഅഹുൽ ഈമാനു വലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തആല വലൈസത്തി തൗബത്തു ലില്ലദീന യഅമലൂന സിയാദത ഹത്താ ഇദാ ഹദറ അഹദഹുൽ മൗത്ത് ഖാല ഇന്നി തുബ്തു അൽആൻ എന്താ പിന്നെ അമാന്നുണ്ടല്ലേ അമാ വല്ലാഹി ലാ അസ്തഗ്ഫിറുലക അല്ലേ മാത അബൂ താലിബിൻ വലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 49 സന 49ാമത്തെ വയസ്സിലാണ്. 8 أشهر و11 يوما وتوفيت خديجة أم المؤمنين رضي الله عنها بعد موت أبي طالب ب3 أيام. فقال المفسرون وأهل المعاني معناه ما ينبغي لهم എന്നതിന്റെ അർത്ഥം. قالوا وهو نهي وهو نهي نهي നമ്മൾ പഠിച്ച അവിടെ ഒന്നുമില്ല. إنك لا تقديما فقد أجمع المفسرون على أنها نزلت في أبي طالب كذا نقل إجماعهم على هذا الزجاج وغيره وهي عامة من الأغذي ولا يضل إلا الله. قال الفراء غيره من أحببت يكون على وجه عظم معناه من أحببته لقرابته وثانيا من أحببت أن يهتدي هنا الجزعون والخرعون كذا رواية أقررت بك عينك فأحسن ما يقال فيه ما قال ابن العباس أقر الله عينه أي بلغه الله أمنيته وحتى ترضى نفسه وتقر عينه فلا تستشرف لشيء معناه أبرد الله دمعته لأن دمعة الفرح باردة قيل معناه أراه الله ما يسره الله أعلم. ألا فرلله بس يا مخرج